സ്റ്റോറി മന്ത്രത്തിലേക്ക് സ്വാഗതം. മുന്തിരിത്തോപ്പിലെ സോഫിയ ഭാഗം 5. ജീപ്പ് മഴയിലൂടെ കുതിച്ചു പാഞ്ഞു. ഗൗഡയുടെ ബംഗ്ലാവ് സോളമൻ അറിയാമായിരുന്നു. ആ കൊട്ടാരത്തിന് മുമ്പിലൂടെ അയാൾ പലവട്ടം പോയിട്ടുണ്ട്. 7 കിലോമീറ്റർ അത്രയും വേഗം താഴണ്ടണം. അയാൾ ആക്സിലറേറ്ററിൽ സർവ്വശക്തിയും ഉപയോഗിച്ച് ചവിട്ടി. മഴ ദാക്ഷിണ്യമില്ലാതെ പെയ്യുകയായിരുന്നു. ജീപ്പ് കുറെ നേരം ഓടിക്കഴിഞ്ഞപ്പോൾ നിരത്തുവക്കിൽ വലിയൊരു കറുത്ത കാർ നിർത്തിയിട്ടിരിക്കുന്നത് മഴയിലൂടെ സോളമൻ കണ്ടു. ജീപ്പ് വരുന്നത് കൊണ്ട് കാറിൽ നിന്നൊരാൾ പുറത്തേക്കിറങ്ങി കൈ കാട്ടി. ഹെഡ്ലൈറ്റിൽ സോളമൻ അയാളെ കണ്ടു. അത് ലാസറായിരുന്നു. സഡൻ ബ്രേക്ക് ഇട്ട് സീൽക്കാരത്തോടെ ജീപ്പ് പെട്ടെന്ന് നിന്നു. ലാസർ ജീപ്പിന്റെ അടുത്തേക്ക് ചെന്നു. എന്റെ കാറിനൊരു പ്രോബ്ലം, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? വണ്ടിക്കുള്ളിൽ ഇരുട്ട് കാരണം സോളമനെ മനസ്സിലാക്കാൻ പറ്റാതെ അയാൾ ചോദിച്ചു. പിന്നെന്താ, നിന്നെ ഹെൽപ്പ് ചെയ്യാനല്ലോ ഞാൻ വന്നത്. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാതെ സോളമൻ ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി. അയാളെ കണ്ട് ലാസർ ഞെട്ടി. സോളമൻ അയാളുടെ കോളറിൽ ഇരുകൈകൾ കൊണ്ടും ബലമായി കൂട്ടിപ്പിടിച്ചു. പറയടാ, നീയല്ലേ ഡോക്ടർ മരിയച്ചെന്ന് കണ്ട് എന്റെ കെട്ട് കുളമാക്കിയത്? അല്ല സോളമ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കൊന്നും അറിയത്തില്ല. നിനക്കറിയത്തില്ല അല്ലേടാ? കൈ ഉയർത്തി സോളമൻ അയാളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. ലാസർ ശബ്ദത്തോടെ നിലത്തേക്ക് വീണു. സോളമൻ അയാളെ പൊക്കിയെടുത്ത് വീണ്ടും വീണ്ടും ഇടിച്ചു. അയാൾ സോളമനെ തടയാൻ ശ്രമിച്ചു. അവർ മഴയിലേക്ക് കെട്ടിമറിഞ്ഞു വീണു. സോളമൻ അയാളെ വീണ്ടും തള്ളി. ലാസർ അവശനായപ്പോഴേക്ക് കാറിൽ നിന്ന് ജോബ് ഭയത്തോടെ പുറത്തേക്കിറങ്ങി. അവനെ കൊല്ലല്ലേ സോളമ, കാറിൽ സോഫിയുണ്ട്. സോളമൻ ഞെട്ടലോടെ ജോബിനെ നോക്കി. പിന്നെ ലാസറെ വിട്ട് ഓടിച്ചെന്ന് കാർ തുറന്ന് സോഫിയെ പുറത്തേക്ക് വലിച്ചിറക്കി. വാ, നമുക്ക് പോകാം. അയാൾ അവളുടെ കൈ പിടിച്ചു. ഞാൻ വരുന്നില്ല. സോളമൻ പൊയ്ക്കോ. എന്താ സോഫിയ നീ പറയുന്നത്? ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ പോവാണ്, എങ്ങോട്ടെങ്കിലും. അവൾ കരഞ്ഞു. കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ലായിരുന്നു സോളമന്. അയാൾ അവളെ കോരിയെടുത്ത് ജീപ്പിലേക്ക് ഇരുത്തി. എന്നിട്ട് വണ്ടി തിരിച്ചു പായിച്ചു. സോഫിയ ഒരു പ്രതിമയെപ്പോലെ ഇരുന്നതേയുള്ളൂ. മുന്തിരിത്തൊപ്പിന്റെ ഗേറ്റിന് വെളിയിലെത്തി ജീപ്പ് നിന്നു. പറ സോഫിയ, എന്തിനാണ് നീ എന്നെ ഉപേക്ഷിച്ചു പോയത്? അയാൾ ചോദിച്ചു. എനിക്ക് സോളമനെ കെട്ടാൻ പറ്റത്തില്ല, അവൾ പറഞ്ഞു. അതെന്താ? ഞാൻ ഗർഭിണിയാണ്. ഭൂമി കീഴ്മേൽ മറിയുന്നത് പോലെ തോന്നി സോളമന്. അയാളുടെ മുന്തിരിത്തൊപ്പ് അശ്വിനിപാതയിൽ അര നിമിഷം കൊണ്ട് കത്തിയെരിഞ്ഞ് ചാമ്പലായി. സോഫിയ, നീ എന്താണ് ഈ പറയുന്നത്? സോളമൻ അലറി. അയാളുടെ അലർച്ചയെ മഴ വിഴുങ്ങിക്കളഞ്ഞു. സത്യമാ സോളമ ഞാൻ പറയുന്നത്, ഗർഭിണിയാ ഞാൻ. എന്നെ വിട്ടേക്ക്, ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. സോളമൻ ഈ വിഴുപ്പ് ഏറ്റെടുക്കേണ്ട. അവൾ വീണ്ടും കരഞ്ഞു. നിനക്ക് ഗർഭമുണ്ടെന്ന് ആര് പറഞ്ഞു? അയാൾക്ക് വിശ്വാസമായില്ല. എനിക്കറിയാം, അയാൾ നശിപ്പിച്ചില്ലേ. പീരിയഡ്സ് ആയില്ല ഈ മാസം എനിക്കിനി ഈ വീട്ടിൽ കഴിയാൻ വയ്യ. എന്നെ വിട് സോളമ. അയാൾ അയാളുടെ കയ്യിൽ നിന്ന് സ്വയം മോചിതയായി. നീ എങ്ങോട്ട് പോകും? എങ്ങോട്ടെങ്കിലും, അവൾ പറഞ്ഞു. മഴ അവരുടെ മീതെ ക്രൂരതയോടെ പെയ്തിറങ്ങി. ദേഹത്തേക്ക് പതിച്ച മഴത്തുള്ളികൾ കല്ലുകൾ പോലെ അവളെ നോവിച്ചു. ഇല്ല സോഫിയ, ഞാൻ നിന്നെ എങ്ങോട്ടും വിടില്ല. നിന്നെ ഉപേക്ഷിക്കാനല്ല ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അയാൾ അവളെ ചേർത്തു പിടിച്ചു. സോളമൻ അറിയിക്കുന്നത് ഒരു കന്യകയാണ്, പക്ഷെ ഞാനോ? അയാൾ പെട്ടെന്ന് അവളുടെ വായ പൊത്തി. എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഇപ്പോഴും കന്യക തന്നെയാണ്. കന്യാമറിയത്തെ ജോസഫ് ഉപേക്ഷിച്ചോ? ഇല്ലല്ലോ. ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. എനിക്ക് നിന്നെ വേണം. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ ഫാം ഹൗസിലേക്ക് നടന്നു. അപ്പോഴും മഴ തിമിർത്ത് പെയ്യുകയായിരുന്നു. ഫാം ഹൗസിൽ വെളിച്ചമുണ്ടായിരുന്നു. വാതിലിൽ മുട്ടിയപ്പോൾ തന്നെ അത് തുറക്കപ്പെട്ടു. മഴ നനഞ്ഞ് കുതിർന്നു നിൽക്കുന്ന സോളമനെയും സോഫിയയും കണ്ട് മാത്തച്ഛൻ ഞെട്ടി. മോൾ എങ്ങോട്ടാ പോയത്? അമ്പരന്ന് അയാൾ ചോദിച്ചു. അതൊക്കെ പിന്നെ പറയാം. മാത്തച്ഛൻ പോയി ഒരു ടവൽ എടുത്തോണ്ട് വാ, വേഗം, സോളമൻ പറഞ്ഞു. അയാൾ അകത്തേക്കോടി. സോഫിയയുടെ മുടിയിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും ഇറ്റി വീഴുന്ന വെള്ളം നിലത്ത് ചെറിയ ചെറിയ തടാകങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഉണങ്ങിയൊരു ടർക്കി ടവലുമായി മാത്തച്ചായൻ ഓടി വന്നു. സോളമൻ അത് വാങ്ങി അവളുടെ തല തോർത്തി. അവൾ കണ്ണുകളടച്ചു നിന്നു. അപ്പോഴും അവൾ കരയുന്നുണ്ടായിരുന്നു. എന്തിനാ ഈ മഴയത്തിറങ്ങിപ്പോയേ? 2 ദിവസം കഴിഞ്ഞ കല്യാണമല്ലയോ? വല്ല പനിയും പിടിച്ചാ? മാത്തച്ചായൻ അവളെ സ്നേഹപൂർവ്വം കുറ്റപ്പെടുത്തി. അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മാത്തച്ചായൻ ചെന്ന് കുറച്ച് കാപ്പിയുണ്ടാക്കി നല്ല ചൂടോടെ കൊണ്ടുവാ, സോളമൻ നിർദ്ദേശം കൊടുത്തു. മാത്തച്ചായൻ കിച്ചണിലേക്ക് വേഗം പോയി. തല തോർത്തിയിട്ട് സോഫിയെ സോളമൻ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. നനഞ്ഞതൊക്കെ മാറ്റി വേറെ എന്തെങ്കിലും എടുത്ത് ധരിക്ക്. മാത്തച്ചായൻ പറഞ്ഞതുപോലെ പനി പിടിപ്പിക്കേണ്ട. ടവൽ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് മുറിയിൽ നിന്നിറങ്ങി വാതിലടിച്ച് അയാൾ ചെന്ന് തലയും ദേഹവും തുടച്ചിട്ട് പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു. കിച്ചണിൽ ചെന്നപ്പോൾ
2 മഗ്ഗുകളിലേക്ക് ചൂടുകാപ്പി പകർന്ന് മാതച്ചായൻ അയാൾക്ക് കൊടുത്തു. കാപ്പിയുമായി സോളമൻ അവളുടെ മുറിയിലേക്ക് ചെന്നു. സോഫിയ, അയാൾ വിളിച്ചു. അവൾ വിളി കേട്ടില്ല, ഒന്നും മിണ്ടിയില്ല. കാപ്പി മേശപ്പുറത്ത് വെച്ചിട്ട് കബോർഡ് തുറന്ന് അയാൾ അവൾക്ക് ധരിക്കാനുള്ള കുപ്പായങ്ങൾ എടുത്തു. തണുത്ത് വിറച്ച് ഇങ്ങനെ നിൽക്കാതെ നനഞ്ഞതൊക്കെ അഴിച്ചുകള സോഫിയ. അവളത് കേട്ട മട്ട് കാണിച്ചില്ല. അയാൾ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. പിന്നെ ചെന്ന് വാതിലടച്ചിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. അയാൾ അവളുടെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങി കട്ടിലിന്റെ പടിയിലേക്കിട്ടു. ചുരിദാറായിരുന്നു അവൾ ധരിച്ചിരുന്നത്. കഴുത്തിനു പിന്നിലെ ഹുക്കുകൾ വിടുവിച്ചിട്ട് സോളമൻ അവളുടെ ടോപ്പ് തലയ്ക്ക് മീതെ കൂടി ഓതിയെടുത്തു. സ്കൂളിൽ നിന്ന് മഴ നനഞ്ഞു വന്ന കുഞ്ഞുമകളുടെ ഉടുപ്പ് മാറ്റി ദേഹം തുടച്ചു കൊടുക്കുന്നത് പോലെ അയാൾക്ക് തോന്നിയുള്ളൂ. അവളുടെ ശരീരത്തിൽ നിന്ന് നനവ് മുഴുവൻ തുടച്ചു മാറ്റിയിട്ട് നീണ്ടൊരു കുപ്പായം അയാൾ ധരിപ്പിച്ചു. പിന്നെ ഒരു കമ്പിളി ഷോൾ എടുത്ത് അവളുടെ ചുമലിലിട്ട് പുതപ്പിച്ചു. ഇരിക്കി സോഫിയ. അയാൾ അവളെ കട്ടിലിലേക്ക് മെല്ലെ ഇരുത്തി. ഇത് കുടിക്ക്. കാപ്പി മഗ്ഗെടുത്ത് അയാൾ അവൾക്ക് കൊടുത്തു. അവൾ കാപ്പി ഒരു കവിൾ കുടിച്ചു. അപ്പോഴാണ് അയാൾക്ക് ആശ്വാസമായത്. അധികം സംസാരിക്കുന്നത് അപ്പോൾ നല്ലതല്ലെന്ന് സോളമന് തോന്നി. ആദ്യം അവളുടെ മനസ്സിലെ വിക്ഷോഭങ്ങൾക്ക് അയവ് വരണം. അയാൾ കാപ്പി എടുത്തു കുടിച്ചു. നേരം വെളുത്ത് 2 പകലുകൾ കൂടി കഴിഞ്ഞാൽ വിവാഹമാണ്. ഈ രാത്രി കൂടാതെ 2 രാത്രികൾ, 2 പകലുകൾ. കിടക്ക്, എന്നിട്ട് ഉറങ്ങാൻ നോക്ക്. മനസ്സിൽ ഒരു ചിന്തയും വേണ്ട. അവൾ കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോൾ അവളെ പിടിച്ച് മെത്തയിലേക്ക് കിടത്തി. അവൾ കണ്ണുകളടച്ചു കിടന്നു. അയാൾ കിടക്കയിലിരുന്ന് അവളുടെ തണുത്ത പാദങ്ങൾ തടവി ചൂട് പിടിപ്പിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ സോഫിയ ഒരു മയക്കത്തിലേക്ക് വഴുതി വീണു. കമ്പിളി എടുത്ത് അവളെ പുതപ്പിച്ചിട്ട് നിലത്ത് കിടന്ന നനഞ്ഞ വസ്ത്രങ്ങളുമായി അയാൾ ശബ്ദമുണ്ടാക്കിയത് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വാതിൽ പുറത്തുനിന്ന് പൂട്ടി. നനഞ്ഞ വസ്ത്രങ്ങൾ ബാത്റൂമിലെ ബക്കറ്റിൽ നിക്ഷേപിച്ചിട്ട് അയാൾ സ്വന്തം മുറിയിൽ ചെന്ന് കിടന്നു. അയാൾക്ക് ഉറക്കം വന്നില്ല. തടസ്സങ്ങൾ ഓരോന്നായി തട്ടി നീക്കുമ്പോൾ പുതിയതായി ഓരോന്ന് പ്രത്യക്ഷപ്പെടുന്നു. സോഫിയ ഗർഭിണിയാണെന്നറിഞ്ഞാൽ മമ്മ ചിലപ്പോൾ... ഇല്ല, മമ്മ ഈ കെട്ടിന് ഒരിക്കലും സമ്മതിക്കുകയില്ല. മമ്മയോട് സോഫിയ ഇക്കാര്യം പറഞ്ഞാൽ സകലതും ഇവിടെ അവസാനിക്കും. സോളമൻ വരാന്തയിലേക്ക് ചെന്നു കസേരയിലിരുന്ന് പുറത്തേക്ക് നോക്കി. അപ്പോഴും മഴ അവസാനിച്ചിരുന്നില്ല. മരിയ ബെഡ്റൂമിലേക്ക് ചെന്നപ്പോൾ ഡോക്ടർ ജേക്കബ് ജോൺ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിട്ടുണ്ട്, അവർ പറഞ്ഞു. അദ്ദേഹം മുഖം തിരിച്ച് അവരെ നോക്കി. നാളെ രാവിലെ ഞാൻ മൈസൂറിലേക്ക് പോകും. അവർ ഒന്ന് മൂളി. 2 പേരും ഡൈനിങ് റൂമിലേക്ക് ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. മക്കൾ 2 പേരും സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അവൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ജേക്കബ് ജോൺ പറഞ്ഞു. എന്ത്? എന്റെ വിവാഹ സമ്മാനം. ഞാൻ ഇതുവരെ എന്റെ മോൾക്ക് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. മരിയ അരിശത്തോടെ അദ്ദേഹത്തെ നോക്കി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ട്. കെട്ടുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തമ്മിൽ ഒരിക്കലും കാണാൻ പാടില്ല. സ്വത്തിന്റെ അവകാശം പറഞ്ഞ് അവൾ ഇങ്ങോട്ട് വരികയും അരുത്. എന്റെ ചില്ലിക്കാശ് പോലും അവൾക്ക് ആവശ്യമില്ല. കൊടുത്താലും സോളമന് വാങ്ങിക്കുകയുമില്ല. എന്റെ മോൾക്ക് അവനെ കിട്ടിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. നട്ടലുള്ള ആണുങ്ങളും ഈ ലോകത്തുണ്ട്. മുനവെച്ച ആ സംസാരം കേട്ടപ്പോൾ ജേക്കബ് ജോണിന് സഹിച്ചില്ല. ഞാനെന്ന് നട്ടലുണ്ടെന്ന് തെളിയിച്ചിരുന്നെങ്കിൽ നീ ഇന്ന് എന്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ പറയത്തില്ലായിരുന്നു. നിന്റെ സ്ഥാനത്തിരിക്കുന്നത് ആ റോസിയായിരുന്നേനെ. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. മറന്നിട്ടില്ല അല്ലേ? എനിക്ക് മനസ്സിലായി. മോളെ കെട്ടിച്ചുവിടാൻ പോണമെന്ന് ഉത്സാഹിക്കുന്നതിന്റെ കാരണം ആ സ്ത്രീ വരുമല്ലോ. മറക്കാൻ പറ്റുന്നില്ലായിരിക്കും. കോപത്തോടെ മരിയ എഴുന്നേറ്റ് കൈകഴുകി. ജേക്കബ് ജോൺ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിനപ്പോൾ റോസി ആൻഡ്രിപ്പേർ എന്ന വെളുത്തു മെലിഞ്ഞ പെൺകുട്ടിയെ ഓർമ്മ വന്നു. റോസിയെ കാണാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ഇപ്പോഴും ആഗ്രഹിക്കുന്നുമില്ല. അന്നുച്ചയ്ക്ക് ജേക്കബ് ജോൺ ഹോസ്പിറ്റലിൽ നിന്ന് പതിവിലും നേരത്തെ ഇറങ്ങി. സിറ്റിയിലെ പ്രമുഖ ജ്വല്ലറി ഷോപ്പിലേക്കാണ് അദ്ദേഹം പോയത്. മകൾക്ക് വിവാഹ സമ്മാനമായി കൊടുക്കാൻ വൈരക്കല്ലുകൾ പതിച്ച ഒരു സെറ്റ് മാലയും കമ്മലും അദ്ദേഹം വാങ്ങി. മകൾക്കുള്ള ആദ്യത്തെ സമ്മാനം. പിറ്റേന്ന് രാവിലെ കാറിൽ ഡോക്ടർ ജേക്കബ് ജോൺ മൈസൂരിലേക്ക് പുറപ്പെട്ടു. റോസി പൈലോക്കാരൻ കണ്ണീരിലൂടെ ആന്റണിയെ നോക്കി. എന്റെ മോളുടെ കഴുത്തിൽ മിന്നിക്കിട്ടുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതായി പോയല്ലോ എന്റെ കർത്താവേ. എന്തിനാ നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? മമ്മി എന്താ വിവരമില്ലാതെ ഓരോന്ന് പറയുന്നേ? കർത്താവിന് കരുണയില്ലായിരുന്നെങ്കിൽ സോഫിയയുടെ കെട്ട് നടക്കുമായിരുന്നോ? അതെന്തോർക്കാത്തേ? ഇഷ്ടപ്പെട്ട പുരുഷനെ തന്നെ അവൾക്ക് കിട്ടാൻ പോവല്ലേ? എലിസബത്ത് പറഞ്ഞു. പോൾ പൈലോക്കാരൻ വീട്ടിലില്ലാത്ത നേരത്ത് അവരെ കാണാൻ വന്നതായിരുന്നു ആന്റണി. എലിസബത്ത് പറഞ്ഞതാ നേര്. സോഫിയയുടെ പപ്പ ഒരിക്കലും നല്ല രീതിയിൽ അവളുടെ കെട്ട് നടത്തില്ലെന്ന് നമുക്കെല്ലാം അറിയാം. ആ വക്കച്ചനെ കൊണ്ട് കെട്ടിക്കാനിരുന്നതല്ലേ? അത് നടന്നിരുന്നെങ്കിൽ മമ്മിക്ക് സന്തോഷമാകുമായിരുന്നോ?
അവൻ ചോദിച്ചു. റോസി കണ്ണീർ തുടച്ചു. അവളുടെ കെട്ടിന് എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ എന്ന സങ്കടം മാത്രമേ ഉള്ളൂ മോനെ എനിക്ക്. അത് സാരമില്ല, അവൾ സുഖമായി ജീവിച്ചാൽ മാത്രം മതി. നിങ്ങൾ എപ്പോഴാണ് എൻ്റെ ഒപ്പം മൈസൂരിലേക്ക് പോകുന്നത്? എലിസബത്ത് തിരക്കി. എല്ലാം റെഡിയായി. അരമണിക്കൂറിനകം ടാക്സി വരും. ബാംഗ്ലൂർ വരെ ട്രെയിനിലാ പോകുന്നത്. അവിടുന്ന് മൈസൂരിലേക്ക് എങ്ങനെ പോകണമെന്ന് ചെന്നിട്ടേ തീരുമാനിക്കും. എലിസബത്തും ഒപ്പം ചെന്നു. മമ്മി ഇങ്ങനെ കിടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനും വന്നേനെ. അവൻ അവളെ ഒന്ന് നോക്കി. സാരമില്ല, എലിസബത്ത് ഇല്ലെങ്കിൽ മമ്മിയെ ആര് നോക്കും? സോഫിയുടെ കെട്ട് മറ്റന്നാളെന്ന് പപ്പയ്ക്കറിയാമോ? അവൻ ചോദിച്ചു. അറിയത്തില്ല. പറയാൻ പറ്റുമോ? അവിടെ ചെന്ന് വല്ല ബഹളമുണ്ടാക്കിയാലോ? സോളമനിച്ചാനല്ലേ അതിന്റെ നാണക്കേട്. അവിടെ ചെന്ന് എന്തെങ്കിലും അലവലാതിത്തരം കാണിച്ചാൽ പുള്ളിയെ സോളമനിച്ചാൻ ഒടിച്ചു മടക്കി എടുത്തെറിയും. ആന്റണി വാച്ചിൽ നോക്കി. ഞങ്ങൾ പോയിട്ട് വരാം, അവൻ പറഞ്ഞു. അവൾ തല കുലുക്കി. അവൻ ചെന്നപ്പോൾ മേരി അക്ഷമയോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സാരിയായിരുന്നു അവളുടെ വേഷം. എന്താ ഇത്ര താമസിച്ചത്? അരിശത്തോടെ അവൾ ചോദിച്ചു. താമസിച്ചോ? ഉടൻ വന്നില്ലേ ഞാൻ? അവൻ നിഷ്കളങ്കതയോടെ അവളെ നോക്കി. 1 മണിക്കൂറായി പോയിട്ട്. എനിക്കറിയാം. ആ പെണ്ണിനെ കണ്ട പിന്നെ പോരാൻ തോന്നത്തില്ലല്ലോ ആന്റപ്പന്. മേരി പരിഭവം നടിച്ചു. ആന്റണി ചിരിച്ചു. സത്യമാ മേരി പറഞ്ഞത്. നല്ല രസമായി എലിസബത്തിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ. സമയം പോകുന്നത് അറിയത്തില്ല. അവൻ അവളെ ചൊടിപ്പിച്ചു. മേരി അവന്റെ കവിളിൽ അമർത്തിയൊരു നുള്ളു കൊടുത്തു. എന്നാ പൊയ്ക്കോ അവളുടെ കൂടെ. എന്താ മേരി കാണിച്ചേ? ശരിക്കും നൊന്തു കേട്ടോ? അവൻ വേദനയോടെ പറഞ്ഞു. അപ്പോൾ അകത്തെ മുറിയിൽ നിന്ന് റീതാമാവിയുടെ ചോദ്യം വന്നു. എന്താ രണ്ടുപേരും കൂടി അവളെ ബഹളം വെക്കുന്നേ? ഒന്നുമില്ല മാവി. ആന്റണി അകത്ത് ചെന്ന് സ്യൂട്ട് കേസുകളും ബാഗുകളും എടുത്തുകൊണ്ട് വന്ന് പുറത്തു വെച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ടാക്സി വന്നു. ലഗേജ് എടുത്ത് ആന്റണി കാറിന്റെ ഡിക്കിയിൽ വെച്ചു. റീതാമാവി പുറത്തേക്ക് വന്നു. നമുക്ക് പോകാം. മേരിയാണ് വീട് പൂട്ടിയത്. താക്കോൽ അവൾ ആന്റണിയെ ഏൽപ്പിച്ചു. കാറിന്റെ ബാക്ക് സീറ്റിൽ റീതാമാവിയും മേരിയും ഇരുന്നു. ഫ്രണ്ട് സീറ്റിൽ ആന്റണി കയറി. കാർ ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ എലിസബത്ത് അവളുടെ വീട്ടുമുറ്റത്ത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കൈവീശി കാണിക്കണമെന്ന് ആന്റണിക്ക് ആഗ്രഹം തോന്നി. പക്ഷെ മേരിയെ പേടിച്ച് അവൻ ആഗ്രഹം അടക്കി. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കാർ നിന്നു. കൃത്യസമയത്ത് തന്നെ ട്രെയിന് വന്നു. ബർത്തുകൾ കട്ടിപ്പിടിച്ച് മേരിയെയും മാവിയെയും ആന്റണി ഇരുത്തി. മൈസൂരിൽ ചെന്നപ്പോൾ സോളമൻ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിട്ടുണ്ടാകുമെന്ന് കരുതി അവർ കുറെ കാത്തു. പക്ഷേ സോളമൻ വന്നില്ല. അവനവിടെ ഒരുപാട് തിരക്കുകൾ കാണും. അത് അവൻ വരാത്തെ, റീതാമാവി പറഞ്ഞു. ഒരു ടാക്സിയിൽ അവർ മൈസൂരിലേക്ക് പോയി. ഫാം ഹൗസിന്റെ മുമ്പിൽ ചെന്ന് കാർ നിന്നപ്പോൾ സോഫി ഓടി വന്നു. കാറിൽ നിന്നിറങ്ങിയ റീതാമാവിയെ അവൾ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എന്താ മോളെ, എന്തുപറ്റി? ആദിയോടെ അവർ ചോദിച്ചു. മമ്മ വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യമാ മോളെ? വാ പറയാം. അവൾ അവരെ സ്വന്തം മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആന്റണിയും മേരിയും ഒന്നും മനസ്സിലാകാതെ പകച്ചു നോക്കി നിന്നു. റീതാമാവിയെ സോഫിയെ പിടിച്ചു വലിച്ച് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. എന്താ മോളെ, എന്താ പറ്റിയത്? ഉത്കണ്ഠയോടെ അവർ ചോദിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട് മമ്മ. ഒടുവിൽ മമ്മ എന്നെ വെറുക്കരുത്, അതിനാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സോളമൻ ഫാം ഹൗസിൽ തന്നെ ഉണ്ടല്ലോ എന്ന കാര്യം അപ്പോഴാണ് സോഫിയയ്ക്ക് ഓർമ്മ വന്നത്. ഏത് നിമിഷത്തിലും സോളമൻ ഈ മുറിയിലേക്ക് കയറി വന്നേക്കാം. വാതിലടയ്ക്കാനായി അവൾ വേഗം ചെന്നു. അപ്പോൾ വാതിൽപ്പടിയിൽ അവളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് സോളമൻ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട് അവൾ ഞെട്ടി. സോഫി എങ്ങോട്ട് വന്നേ? ഒരു കാര്യം പറയാനുണ്ട്. സൗമ്യസ്വരത്തിലാണ് അയാൾ അത് പറഞ്ഞത്. പക്ഷെ റീതാമാവി അത് കേട്ടു. അല്ല, സോളമനോ? നീ ഇവിടെ ഉണ്ടായിട്ടാണ് ഞങ്ങളെ കൊണ്ടുവരാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാഞ്ഞത്? അവർ ചോദിച്ചു. മമ്മ എപ്പം വന്നു? വന്നിങ്ങോട്ട് കയറിയതേയുള്ളൂ. അപ്പോഴാ സോഫി വന്ന് പറഞ്ഞത് നിങ്ങൾക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന്. അവളുടെ മുഖം കണ്ടിട്ട് നിങ്ങൾ തല്ലുകൂടിയ ലക്ഷണമുണ്ടല്ലോ മോനെ. കുറ്റപ്പെടുത്തുന്ന മട്ടിലാണ് റീതാമാവി അയാളോട് പറഞ്ഞത്. ഒന്നുമില്ല മമ്മ, സോഫിയയുടെ ഓരോ പേടികൾ പറഞ്ഞ്. നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അയാൾ ബലമായി അവളുടെ കൈപിടിച്ച് വലിച്ച് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. എന്താ ഇത്? നീ മമ്മിയോടെല്ലാം പറയാൻ പോയിരുന്നോ? അരിശത്തോടെ ആരും കേൾക്കാതെ അയാൾ ചോദിച്ചു. എനിക്ക് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ സോളമ്മ. ഒരു കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് അൾത്താരയുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ എനിക്ക് വയ്യ. സോഫിയ, ഈ അവസാന നിമിഷത്തിൽ നീ ഇങ്ങനെ ശാഠ്യം പിടിക്കരുത്. അതേക്കുറിച്ച് തൽക്കാലം മറന്നുകളാ. എത്ര പാടുപെട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ അറേഞ്ച് ചെയ്തതെന്ന് നിനക്കും അറിയാമല്ലോ. ശരിയാണ്. പക്ഷെ സോളമ്മ, വെറുതെ എന്നോട് തർക്കിക്കണ്ട. എനിക്കൊരു ദുഃഖവും വെറുപ്പുമില്ല.
അയാൾ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു കളഞ്ഞു. നീ ഇവിടെ ഇരുന്നാ മതി, മമ്മയോട് ഞാൻ സംസാരിച്ചോളാം. അവളെ അവിടെ ഇരുത്തിയിട്ട് റീതാമാവിയുടെ അടുത്തേക്ക് സോളമൻ ചെന്നു. എന്താ മോനെ, അവൾക്ക് ഇത്ര സങ്കടം? വല്ല കുഴപ്പമുണ്ടോ? ആദ്യോടെ അവർ അയാളെ നോക്കി. അങ്ങനെയൊന്നുമില്ല മമ്മ. അവളുടെ വീട്ടിൽ നിന്ന് മമ്മിയോ ഡാഡിയോ അനുജത്തിയോ പോലും ഇല്ലാതെ കെട്ടിന് അവരാരും വരില്ലല്ലോ എന്ന് ഓർമ്മ വന്നപ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞു കാണില്ല. അയാൾ ഒരു വിശദീകരണം കൊടുത്തു. അത്രയുള്ളോ? അത് സാരമില്ല. മമ്മിക്ക് വരാൻ പറ്റില്ലെങ്കിൽ എന്താ, ഡാഡി വരുമല്ലോ. ഡോക്ടർ വരുന്നത് എപ്പോഴാണെന്ന് അറിയിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വന്നു കാണും. ഹോട്ടലിൽ ഞാൻ മുറി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയല്ലേ? റെഡിയാണ് മമ്മ. അപ്പോഴാണ് മേരിയുടെയും ആന്റണിയുടെ കാര്യം റീതാമാവി ഓർത്തത്. ആന്റണിയും മേരിയും എവിടെ? രണ്ടുപേരും എങ്ങോട്ട് പോയി? അവരെങ്ങോട്ട് പോവാനാ? ഇവിടെ എവിടെയെങ്കിലും കാണും. സോളമൻ കിച്ചണിലേക്ക് ചെന്നു. മാത്തച്ചാൻ ഉണ്ടാക്കി കൊടുത്ത ചൂടുകാപ്പി കുടിച്ചുകൊണ്ട് രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മേരി സാരിയുടെ മീതെ കൂടി ഒരു സ്വെറ്റർ ധരിച്ചിട്ടുണ്ടായിരുന്നു. ക്വീൻ മേരിക്ക് തണുക്കുന്നുണ്ടോ? തമാശ മട്ടിൽ സോളമൻ അവളോട് ചോദിച്ചു. എന്തൊരു തണുപ്പാ സോളമാ, 365 ദിവസവും ഇത് അനുഭവിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കും ഇവിടെ? അവൾ അത്ഭുതപ്പെട്ടു. 1 മാസമില്ലെങ്കിലും ഒരാഴ്ചയെങ്കിലും ഇവിടെ താമസിക്കണം. എനിക്ക് മൈസൂർ മുഴുവൻ ശരിക്കും കാണണം. ആന്റണി ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോഴാണ് സോളമന് ഒരു കാര്യം ഓർമ്മ വന്നത്. നിങ്ങൾ റെസ്റ്റ് എടുക്ക്, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. എവിടെ അയച്ചാ ഈ നേരത്ത്? സന്ധ്യയാകാറായല്ലോ, ആന്റണി ചോദിച്ചു. സോഫിയയുടെ പപ്പ ഹോട്ടലിൽ വന്നു കാണും, അതൊന്ന് ഉറപ്പാക്കണമല്ലോ. എങ്കിൽ ഞാനും വരാം. ഞാൻ ഇവിടെ ഇരുന്ന് വെറുതെ ബോറടിക്കണ്ടല്ലോ. എങ്കിൽ നീ വാ, ഞാൻ ഡ്രസ്സ് ഒന്ന് മാറട്ടെ. സോളമൻ പുറത്തേക്കിറങ്ങി. ഡ്രസ് ചെയ്തിട്ട് അയാൾ സോഫിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ തനിച്ചായിരുന്നു അപ്പോൾ. ഞാൻ നിന്റെ പപ്പയെ കാണാൻ പോവാ. 4 മണിയിപ്പം ഹോട്ടലിൽ വന്നു കാണും. അവളൊന്നും മിണ്ടിയില്ല. സോഫിയയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്കറിയാമല്ലോ എത്ര അടമ്പുകൾ കടന്നിട്ടാണ് കാര്യങ്ങൾ ഞാൻ ഇവിടെ വരെ എത്തിച്ചത്. ഇനി നീയായിട്ടെന്നെ തോൽപ്പിക്കരുത്, മനസ്സിലായില്ലേ? മനസ്സിലായി എന്ന മട്ടിൽ അവൾ തലകുലുക്കി. നീ എന്നെ തോൽപ്പിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ തകർന്നു പോകും. അതെപ്പോഴും നിനക്ക് ഓർമ്മ വേണം. അവൾ മുഖം കുനിച്ചു. ഞാൻ പോയിട്ട് വരാം. സോളമൻ ചെന്നപ്പോൾ അയാളെ കാത്ത് ആന്റണി നിൽക്കുന്നുണ്ടായിരുന്നു. വാ പോകാം. അവർ ചെന്ന് ജീപ്പിൽ കയറി. ജീപ്പ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നോക്കി മേരി നിന്നു. വണ്ടി കണ്ണിൽ നിന്ന് മാഞ്ഞപ്പോൾ അവൾ സോഫിയയുടെ മുറിയിലേക്ക് ചെന്നു. സോഫിയ കിടക്കയിലിരിക്കുകയായിരുന്നു. മേരിയെ കണ്ട് അവൾ എഴുന്നേറ്റു. മേരി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. കല്യാണ പെണ്ണായിട്ടും എന്താ സോഫിയ, നിനക്കൊരു സന്തോഷമില്ലാത്തേ? മേരി അവളുടെ ചുമലിൽ കൈവച്ച് ചോദിച്ചു. ആര് പറഞ്ഞു എനിക്ക് സന്തോഷമില്ലെന്ന്? സോഫിയ ഒരു വിളറിയ ചിരിച്ചിരിച്ചു. നിന്റെ വീട്ടിൽ വെച്ച് നിനക്ക് ദുഃഖിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. നിന്നെ എന്തോ വിഷമം അലട്ടുന്നുണ്ട്. ഇല്ല, എനിക്ക് ദുഃഖമൊന്നുമില്ല. എന്താണെങ്കിലും എന്നോട് പറഞ്ഞൂടെ നിനക്ക്? പറഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. എന്ത് രഹസ്യമാണെങ്കിലും അതെന്റെ മനസ്സിൽ തന്നെ ഇരിക്കും. സോഫിയ ഒന്ന് സംശയിച്ചു. മനസ്സിലിരുന്ന് വിങ്ങുന്ന ഒരു രഹസ്യമുണ്ട്, സോളമന് മാത്രം അറിയാവുന്ന രഹസ്യം. പക്ഷെ മേരിയോട് അത് പറഞ്ഞാൽ മേരി അത് റീതാമാവിയെ അറിയിക്കും. അത് പിന്നെ പ്രശ്നമാകും. പക്ഷേ സോളമനെ രക്ഷപ്പെടുത്താൻ തനിക്ക് കഴിയും. ഞങ്ങൾ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. റീതാമാവിയെ കൊണ്ട് എന്ത് രഹസ്യം പറയാനാ നീ ഓടിപ്പോയത്? സത്യം പറ സോഫിയ. ഒന്നുമില്ല മേരിമാമേ. അല്ല, എന്തോ ഉണ്ട്. ഇവിടെ വന്ന ശേഷം സോളമനെക്കുറിച്ച് വേണ്ടാത്തെന്തെങ്കിലും അറിയാനിട വന്നോ? അതായത് സോളമന് ഈ നാട്ടിൽ വേറെ പെണ്ണുണ്ടെന്നോ മറ്റോ? അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. സോളമൻ അത്തരക്കാരനല്ല. ഉടൻ സോഫിയ ആ ആരോപണം നിഷേധിച്ചു. അപ്പോ വേറെന്തോ ആണ്, മേരി ഉറപ്പിച്ചു. എന്തു പറയണമെന്നറിയാതെ സോഫിയ അവളെ പകച്ചു നോക്കി. മേരി ചെന്ന് വാതിലടിച്ച് ബോൾട്ടിട്ടു. റീതാമാവി ഇങ്ങോട്ട് കയറി വരുന്ന് ഇനി പേടി വേണ്ട. എന്താ പ്രശ്നം? എന്നോട് പറ. മേരി അവളുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചു. ഹോട്ടൽ ദാസ് പ്രകാശിന്റെ മുമ്പിൽ ചെന്ന് ജീപ്പ് നിന്നു. കുറേയധികം കാറുകൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവയ്ക്കിടയിൽ നിന്ന് ഡോക്ടർ ജേക്കബ് ജോണിന്റെ കറുത്ത ഇൻഡിഗോ സോളമൻ കണ്ടുപിടിച്ചു. സമാധാനമായി, ആളെത്തിയിട്ടുണ്ട്. അവർ ഹോട്ടലിന്റെ റിസപ്ഷനിലേക്ക് ചെന്നു. ഡോക്ടർ ജേക്കബ് ജോൺ 207 നമ്പർ മുറിയിലായിരുന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. സോളമനെ ആന്റണിയെ കണ്ട് ജേക്കബ് ജോൺ ആഹ്ലാദത്തോടെ അവരെ സ്വീകരിച്ചു. അകത്തേക്ക് വരൂ. രണ്ടുപേരും മുറിയിലേക്ക് കയറി. അവർ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വാതിൽ ചേർത്തടച്ചു. സൈഡ് ടേബിളിലെ ഗ്ലാസിൽ പാതിയോളം വിസ്കി ഇരിക്കുന്നത് സോളമൻ കണ്ടു. കക്ഷി വന്നപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നു. വല്ലാത്ത തണുപ്പ് തന്നെ, സ്വയം ന്യായീകരിക്കാൻ വേണ്ടി ജേക്കബ് ജോൺ പറഞ്ഞു.
യാത്രയൊക്കെ സുഖമായിരുന്നോ? നേരെ വിട്ടിങ്ങ് പോന്നു. ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തപ്പോൾ ശരീരത്തിന് ചെറിയ വേദന. പണ്ട് ഗോവയിൽ നിന്ന് ഒറ്റയടിക്ക് തിരുവനന്തപുരം വരെ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് സ്റ്റോപ്പില്ലാതെ. ഇപ്പോഴും ഡോക്ടറുടെ ആരോഗ്യത്തിന് ഒരു കുറവുമില്ല, സോളമൻ പറഞ്ഞു. ഈ ജെന്റിൽമാനെ ഇതുവരെ എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. ആന്റണിയെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത്. ഇത് ആന്റണി, എന്റെ കസിൻ ബ്രദറാ. മാവേലിക്കരയിലാ വീട്. ഇവിടെ ഡിഗ്രിക്ക് പഠിക്കുന്നു. ബാംഗ്ലൂരിൽ ചെന്ന ഇവൻ എനിക്കിപ്പോൾ കമ്പനി. അദ്ദേഹം അവന്റെ കൈപിടിച്ചു കുലുക്കി. ഗ്ലാഡ് ടു മീറ്റ് യു യങ് മാൻ. ഡോക്ടർ ഗ്ലാസ്സിലുണ്ടായിരുന്ന വിസ്കി ഒറ്റ വീർപ്പിനകത്താക്കി. സോഫിയയുടെ മമ്മി വരുമോ? പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു. ഇല്ല, കാലിൽ ഫ്രാക്ചർ ഉണ്ടായി കിടപ്പാണ്. തന്നെയുമല്ല, ഹസ്ബൻഡിന് ഇക്കാര്യത്തിൽ താല്പര്യക്കുറവുമുണ്ട്. എല്ലാം മനസ്സിലായതുപോലെ ഡോക്ടർ തലകുലുക്കി. ഒരു കണക്കിന് റോസി വരാഞ്ഞത് നന്നായി. എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായനെ. മാത്രമല്ല, തിരിച്ചു ചെല്ലുമ്പോൾ മരിയെ ചോദിക്കും പഴയ കാമുകിയെ കണ്ടുവെന്ന്. കണ്ടില്ലെന്ന് എനിക്ക് ധൈര്യപൂർവ്വം പറയാമല്ലോ. അദ്ദേഹം ഒരു കവൾ വിസ്കി കുടിച്ചു. വൈഫ് നല്ല മനസ്സോടെയാണോ ഡോക്ടറെ ഇങ്ങോട്ട് വിട്ടത്? സോളമൻ ചോദിച്ചു. അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. എന്ന് മാത്രമല്ല, ഒരു കണ്ടീഷൻ കൂടി അവൾ വെച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും മോളെ കാണാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന്. അതൊന്നും കാര്യമായി എടുക്കേണ്ട. കാലക്രമത്തിൽ മഞ്ഞൊരുക്കും ഡോക്ടറെ. പെങ്ങളെ കാണാൻ ഡോക്ടറുടെ മക്കൾ ആഗ്രഹിക്കുന്ന ഒരു കാലം വരും. സോളമന് പ്രത്യാശയുണ്ടായിരുന്നു. അതെ, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അവർ അല്പനേരം കൂടി സംസാരിച്ചിരുന്നു. ഡോക്ടർ നാളെ എപ്പോൾ വരും ഫാം ഹൗസിൽ? ഒടുവിൽ സോളമൻ ചോദിച്ചു. 11-നല്ലേ കെട്ട്? ഞാൻ നേരെ പള്ളിയിൽ വന്നേക്കാം. അതുപോരെ? അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. സോളമനും ആന്റണിയും എഴുന്നേറ്റു. പെട്ടെന്നാണ് ജേക്കബ് ജോൺ ഒരു കാര്യം ഓർത്തത്. ഒരു മിനിറ്റ്. അദ്ദേഹം എഴുന്നേറ്റ് സ്യൂട്ട് കേസിൽ നിന്ന് ആഭരണപ്പെട്ടി എടുത്തു. ഇത് സോളമൻ എന്റെ മോക്ക് കൊടുക്കണം. പപ്പയുടെ സമ്മാനമാണ്. സോളമൻ അത് വാങ്ങി തുറന്നു നോക്കി. മനോഹരമായ വൈരമാലയും കമ്മലുമായിരുന്നു അത്. ശരി ഡോക്ടർ, ഗുഡ് നൈറ്റ്. അവർ യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഡോക്ടർ ആള് നല്ല കമ്പനിയാ. കെട്ടുകഴിഞ്ഞാൽ ഇച്ചായിന് വെള്ളമടിക്കാൻ വേറെ കമ്പനി അന്വേഷിക്കേണ്ട, എന്റെപ്പം പറഞ്ഞു. സോളമൻ പൊട്ടിച്ചിരിച്ചു. കെട്ടുകഴിഞ്ഞാൽ അവളുടെ പപ്പയെ ഒന്ന് കാണാൻ പോലും കിട്ടത്തില്ലടാ. ഡോക്ടർ മരിയ പുള്ളിയെ പകൽ വെളിച്ചം പോലും കാണിക്കാതെ അകത്ത് പൂട്ടിയിടും. അവർ ചെന്ന് കാറിൽ കയറി. പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്കിടയിൽ മറ്റൊരു വലിയ കാർ കിടപ്പുണ്ടായിരുന്നു. അതിനുള്ളിൽ ഇരുട്ടിലിരുന്നു കൊണ്ട് 2 പേർ സോളമനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ലാസറും ജോബുമായിരുന്നു അത്. സോളമന്റെ കാർ മുന്നോട്ട് നീങ്ങി ഗേറ്റ് അടന്ന് പുറത്തേക്കിറങ്ങിപ്പോയി. അമ്മായിയപ്പനെ കണ്ട് വണങ്ങാൻ വന്നതാ അവൻ. പുച്ഛത്തോടെ ലാസർ പറഞ്ഞു. അതിന് നമുക്കെന്ത് വേണം? പോകാം, നേരം ഒരുപാടായി. ജോബിന് താല്പര്യമില്ലായിരുന്നു. നാളെ അവൻ സോഫിയെ കെട്ടത്തില്ല. ആ കെട്ട് നടക്കാൻ പാടില്ല. അതെന്റെ വാശിയാ. പാമ്പിനെ പോലെ ലാസർ ചിറി. ഞെട്ടലോടെ ജോബ് അയാളെ നോക്കി. നീ എന്താ ഭ്രാന്തായി പറയുന്നേ? എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി എങ്ങനെ നീ അത് മുടക്കുന്നേ? നാളെ സമയത്ത് അവളുടെ അപ്പൻ പള്ളിയിലെത്തിയില്ലെങ്കിൽ എങ്ങനെ കെട്ട് നടക്കും? എന്നുവെച്ചാൽ ഡോക്ടർ ജേക്കബ് ജോണിനെ ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് പൊക്കുന്നു. എങ്ങനെ? ജോബിന് വിശ്വാസം വന്നില്ല. നമ്മൾ രണ്ടുപേരും സോളമന്റെ ഫ്രണ്ട്സാണ്. നമ്മളിപ്പോൾ ചെന്ന് പറയുന്നു സോളമനും ആന്റണിക്ക് തിരിച്ചു പോകും വഴി ആക്സിഡന്റ് ഉണ്ടായെന്ന്. അയാൾ നമ്മുടെ കൂടെ അപ്പോൾ തന്നെ വരും. പക്ഷേ ലാസറെ, ഭയത്തോടെ ജോബ് അയാളെ നോക്കി. കണ്ടോടെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. ലാസർ ആരാണെന്ന് സോളമനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എനിക്ക്. കാറിൽ നിന്നിറങ്ങി ഉറച്ച കാൽവെപ്പുകളോടെ ലാസർ ഹോട്ടലിലേക്ക് ചെന്നു. ജോബ് പിന്നാലെയും. ഹോട്ടലിന്റെ റിസപ്ഷനിൽ വെള്ള ഷർട്ടും ചുവന്ന ടൈം ധരിച്ച സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് ഉണ്ടായിരുന്നത്. തിടുക്കം ഭാവിച്ച് ലാസർ അയാളുടെ അടുത്തേക്ക് ചെന്നു. എറണാകുളത്ത് നിന്ന് വന്ന ഡോക്ടർ ജേക്കബ് ജോൺ ഏത് റൂമിലാണ് താമസിക്കുന്നേ? 207-ലാണ്. കമ്പ്യൂട്ടറിൽ പേരടിച്ച് നോക്കിയിട്ട് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ഡോക്ടറെ കാണാൻ വന്നതാ ഞങ്ങൾ. ഏത് ഫ്ലോറിലാണ് 207? ഗസ്റ്റിന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. വളരെ അത്യാവശ്യമാ സുഹൃത്തെ. ഡോക്ടർ ജേക്കബ് ജോണിന്റെ മകളുടെ മാരേജാണ് നാളെ. കെട്ടുന്ന പയ്യൻ ആക്സിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലിലാ. അക്കാര്യം അറിയിക്കാൻ വന്നതാ ഞങ്ങൾ. റിസപ്ഷനിസ്റ്റ് ലാസറെ ഒന്ന് നോക്കി. ജോബ് അയാളുടെ പിന്നിൽ പതുങ്ങി നിന്നതേയുള്ളൂ. എന്താണ് നിങ്ങളുടെ പേര്? ലൂക്കോസ് പുന്നൻ. പേര് പറഞ്ഞാലൊന്നും അദ്ദേഹം അറിയത്തില്ല. സോളമന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ മതി. റിസപ്ഷനിസ്റ്റ് ഫോൺ എടുത്ത് 207 നമ്പർ മുറിയിലേക്ക് വിളിച്ചു. 3ാമത്തെ ലാർജ് ഗ്ലാസ്സിലേക്ക് പകരുകയായിരുന്നു അപ്പോൾ. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് അദ്ദേഹം ചെന്ന് റിസീവർ എടുത്തു. ഹലോ, എക്സ്ക്യൂസ് മീ സാർ, ഇത് റിസപ്ഷനിൽ നിന്നാണ്. സാറിനെ കാണണമെന്ന് പറഞ്ഞ് ഒരു ലൂക്കോസ് പുന്നൻ വന്നിട്ടുണ്ട്. ലൂക്കോസ് പുന്നൻ? അങ്ങനെ ഒരാൾ എനിക്കറിയില്ലല്ലോ.
എന്താണ് കാര്യമെന്ന് ചോദിക്കൂ, അദ്ദേഹം ആവശ്യപ്പെട്ടു. സോളമന്റെ ഫ്രണ്ടാണെന്നാ പറഞ്ഞത്. എങ്കി വിട്. അദ്ദേഹം അനുവാദം കൊടുത്തു. ചെന്നോളൂ, ഫസ്റ്റ് ഫ്ലോറിലാണ്. ലാസറും ജോബ് കൂടി 1ാമത്തെ നിലയിലേക്കുള്ള പടികൾ കയറി. ലാസറേ, നീ എന്നതാ പുള്ളിയോട് പറയാൻ പോകുന്നേ? ജോബിന് പേടിയായി. നീ മിണ്ടാതെ എന്റെ കൂടെ വാ, അരിശത്തോടെ ലാസർ ശാസിച്ചു. വിളിച്ചിറക്കി കൊണ്ടുപോയി അങ്ങനെ കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം? കയ്യാങ്കളിക്കൊന്നും ഞാനില്ല, പറഞ്ഞേക്കാം. കോപത്തോടെ ലാസർ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ഇനി മിണ്ടിയാൽ ആദ്യം കൊല്ലുന്നത് നിന്നെയായിരിക്കും. ജോബ് പിന്നെ വായ തുറന്നില്ല. പടികൾ കയറി ഇരുനാഴിയിലേക്ക് ഇടത്തേക്ക് പോയപ്പോൾ ആദ്യത്തെ മുറിയായിരുന്നു 207. അടഞ്ഞു കിടന്നിരുന്ന വാതിലിൽ ലാസർ മുട്ടി. ക്ലാസ്സിൽ അവശേഷിച്ചിരുന്ന വിസ്കി ഒറ്റ വെറുപ്പിന് കുടിച്ചു തീർത്തിട്ടാണ് ഡോക്ടർ വാതിൽ തുറന്നത്. കേറി വാ. ലാസറേയും ജോബിനെയും അദ്ദേഹം സൗഹൃദത്തോടെ ക്ഷണിച്ചു. ഡോക്ടറെ, ഞങ്ങൾ വന്നത് അത്ര സന്തോഷകരമല്ലാത്തൊരു കാര്യം പറയാനാണ്. സോളമൻ ഇവിടുന്ന് തിരിച്ചു പോകുന്ന വഴി ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഡോക്ടർ ജേക്കബ് ജോൺ ഞെട്ടി. എന്നിട്ട് സീരിയസ് ഒന്നുമല്ലല്ലോ? 2-3 ഫ്രാക്ചറുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾ അന്നേരം അതുവരെ പാസ് ചെയ്തു. ഞങ്ങൾ ആ സോളമനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ജീസസ്, എന്തൊരു പരീക്ഷണമാണിത്! നാളെയല്ലേ കെട്ട്? അതെങ്ങനെ നടക്കും? ഏത് ഹോസ്പിറ്റലിലാ? ഗുഡ് സമരിട്ടൻ. പേടിക്കാനൊന്നുമില്ല. സോളമന് നല്ല ബോധമുണ്ട്. ഡോക്ടറെ വന്നു കണ്ട് വിവരം അറിയിക്കാനാ അവൻ ഞങ്ങളെ വിട്ടത്. ഞാനും കൂടെ വരാം. എനിക്ക് സോളമനെ കാണണം. ഡോക്ടർ ജേക്കബ് ജോണിന്റെ ശബ്ദമിടറി. സാരമില്ല, ഞങ്ങളുണ്ടല്ലോ ഹോസ്പിറ്റലിൽ. ഡോക്ടർ ഈ രാത്രിയിൽ വെറുതെ ബുദ്ധിമുട്ടണ്ട. അല്ല ലൂക്കോസേ, എനിക്കിപ്പം സോളമനെ കാണണം. അവന്റെ ശരിക്കുമുള്ള അവസ്ഥ എനിക്കറിയണം. നമുക്ക് പോകാം. അദ്ദേഹം ധൃതിയിൽ പേഴ്സെടുത്ത് പോക്കറ്റിൽ വെച്ചു. അവർ 3 പേരും പുറത്തേക്കിറങ്ങി. ഡോക്ടറുടെ കൈ വിറച്ചത് കാരണം ലാസറാണ് മുറി പൂട്ടിയത്. അവർ തിടുക്കത്തിൽ റിസപ്ഷനിലേക്ക് ചെന്നു. റൂമിന്റെ ചാവി വാങ്ങി റിസപ്ഷനിസ്റ്റിനെ ഡോക്ടർ ഏൽപ്പിച്ചു. എന്റെ മകളെ കെട്ടാൻ പോകുന്ന പയ്യന് കുറച്ചു മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഹോസ്പിറ്റലിലാണ്. ഞാനൊന്ന് പോയിട്ട് വരാം, അദ്ദേഹം പറഞ്ഞു. റിസപ്ഷനിലെ ചെറുപ്പക്കാരൻ തലകുലുക്കി. എന്റെ കാറുണ്ട്, അതിൽ പോകാം. പടികൾ ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു. വേണ്ട ഡോക്ടറെ, ഞങ്ങൾ കാറിലാണ് വന്നത്. അതിൽ പോകാം നമുക്ക്. ശരി. ലാസർ അദ്ദേഹത്തെ സ്വന്തം കാറിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീ ഡ്രൈവ് ചെയ്താൽ മതി, അയാൾ ജോബിനോട് പറഞ്ഞു. ലാസറും ജേക്കബ് ജോണും കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് അകത്ത് കയറിയിരുന്നു. ജോബ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പോകാം. ആ വലിയ കാർ ഹോട്ടലിന്റെ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി. വേഗം വിട്, വേഗം. മുന്നോട്ടാഞ്ഞിരുന്ന് ജോബിനോട് ജേക്കബ് ജോൺ പറഞ്ഞു. ജോബ് കാറിന്റെ ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടി. വണ്ടി പെട്ടെന്ന് ഇരുട്ടിലേക്ക് കുതിച്ചു. പാതിവഴി എത്തിയപ്പോഴാണ് ആന്റണിക്ക് ഒരു സംശയം തോന്നിയത്. ഇച്ചാൻ വണ്ടി ഒന്ന് നിർത്തിക്കേ. എന്താടാ കാര്യം? കാര്യമുണ്ട്, വണ്ടി നിർത്ത്. ആന്റണിയുടെ മടിയിൽ വെച്ചിരിക്കുന്ന സോഫിയയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഡോക്ടർ ജേക്കബ് ജോൺ തന്നുവിട്ട ആ ആഭരണപ്പെട്ടി. ഇച്ചായ, ഞാനൊന്ന് ചോദിക്കട്ടെ? മകൾക്ക് ഡോക്ടർ വാങ്ങിക്കൊടുക്കുന്ന ആദ്യത്തെ സമ്മാനമാണിത്. അത് നേരിട്ട് വാങ്ങാൻ സോഫിയ ചേച്ചിക്ക് വലിയ ആഗ്രഹം കാണും. സോളമൻ ഒന്ന് ചിന്തിച്ചു. ആന്റണി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അയാൾക്ക് തോന്നി. ശരിയാണ്. വളരെ വികാരനിർഭരമായ ഒരു രംഗമായിരിക്കും അത്. നമ്മളായിട്ട് അതില്ലാതാക്കണോ? ആന്റണി ചോദിച്ചു. വേണ്ട. അന്നേരം ഞാനത് ചിന്തിച്ചില്ല. ഈ സമ്മാനം സോഫിയയ്ക്ക് നമ്മളല്ല കൊടുക്കേണ്ടത്, അവളുടെ ഡാഡി തന്നെയാണ്. സോളമൻ പെട്ടെന്ന് സമ്മതിച്ചു. അതുകൊണ്ട് നമുക്ക് ഹോട്ടലിലേക്ക് തിരിച്ചു പോകാം. ഡോക്ടർ തന്നെ ഇത് സോഫിയ ചേച്ചിക്ക് തിരിച്ചു കൊടുക്കട്ടെ. ഇനിയും ഇത്രയും ദൂരം തിരിച്ച് വണ്ടി ഓടിക്കണ്ടേ? സോളമൻ ഒന്ന് മടിച്ചു. വീട്ടിൽ ചെന്നിട്ട് നമുക്കിപ്പോ അത്യാവശ്യമൊന്നുമില്ലല്ലോ. നേരം വെളുത്ത് കിട്ടിയാലല്ലേ ബാക്കി കാര്യങ്ങളുള്ളൂ. അത് നേരാ. 2 പേരുടെയും ഇന്നത്തെ പ്രാർത്ഥന എത്രയും വേഗം നേരം വെളുക്കണമെന്നേ ആയിരിക്കും. നാളത്തെ പ്രാർത്ഥന ഒരിക്കലും നേരം വെളുക്കല്ലേന്നായിരിക്കും. കള്ളച്ചിരിയോടെ ആന്റണി പറഞ്ഞു. പോടാ. കളിയായി സോളമൻ അവന്റെ കാലിലടിച്ചു. ജീപ്പ് തിരിഞ്ഞ് വന്ന വഴിയെ വീണ്ടും ഓടി. നമ്മൾ ചെല്ലുമ്പോൾ ഡോക്ടർ അടിച്ചു പൂസായി കിടക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ വലിയ പാടായിരിക്കും. സോളമൻ സംശയിച്ചു. ഏയ്, അങ്ങനൊന്നും സംഭവിക്കത്തില്ല. ഡോക്ടർക്ക് ഇക്കാര്യത്തിൽ ചില പോളിസികളൊക്കെ കാണും. രാത്രിയിൽ 2 അല്ലെങ്കിൽ 3, ഏറിയ 4. അല്ലാതെ അടിച്ച് ഫ്ലാറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആന്റണി പറഞ്ഞു. ഇക്കാര്യത്തിൽ നിനക്ക് നല്ല പിടിപാടുണ്ടെന്ന് തോന്നല്ലോ. അതല്ലിച്ചായ, അടിച്ച് പൂക്കുറ്റിയാകാൻ ഇച്ചായന്റെ അമ്മായിയമ്മ സമ്മതിക്കുകയില്ല. കേട്ടെടുത്തോളം വീട്ടിൽ അവർക്കാണ് മേൽക്കൈ. ശരിയല്ലേ? അത് ശരിയാ. ഞാൻ ചെന്നിട്ട് വേണം അവരെ ഒന്ന് മെരുക്കിയെടുക്കാൻ. അവർ ചിരിച്ചു. ഒടുവിൽ ഹോട്ടലിന്റെ മുമ്പിൽ ചെന്ന് ജീപ്പ് നിന്നു. മണി 10:30 ഉറങ്ങിക്കാണുമെങ്കിൽ ഇനി വിളിച്ചുണർത്തുന്നത് മോശമാ. അത് സാരമില്ല, ഇച്ചായം വാ. അവർ ഹോട്ടലിന്റെ റിസപ്ഷനിലേക്ക് കയറി ചെന്നു. റിസപ്ഷനിസ്റ്റ് അവരെ കണ്ട് പുഞ്ചിരിച്ചു.
നേരത്തെ വന്നിട്ട് പോയതല്ലേ? ഉവ്, ഡോക്ടറെ ഒന്നുകൂടെ കാണണമായിരുന്നു. ഉറക്കമായി കാണുമോ എന്തോ. ഡോക്ടറെ കുറച്ചു മുമ്പ് പുറത്തേക്ക് പോയല്ലോ. വേറെ 2 പേർ വന്ന് വിളിച്ചോണ്ട് പോയി. സോളമൻ ഒന്ന് പകച്ചു. ആരാണ് കൊണ്ടുപോയത്? ഒരാൾ എന്റെ ഫ്രണ്ട് ലൂക്കോസ് എന്നാ പറഞ്ഞത്. സോളമന്റെ ഫ്രണ്ടാണെന്നാ പറഞ്ഞത്. ഡോക്ടറുടെ മകളെ കെട്ടാൻ പോകുന്ന പയ്യൻ കാർ ആക്സിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. സോളമൻ ഞെട്ടി. അയാൾ പെട്ടെന്ന് ആന്റണിയെ നോക്കി. അതവനായിരിക്കും, ലാസർ. സ്തബ്ധനായി നിൽക്കുകയായിരുന്നു ആന്റണി. ആളിന്റെ രൂപം ഒന്ന് പറയാമോ? സോളമൻ തിരിഞ്ഞു. 2 പേരുണ്ടായിരുന്നു. ഒരാളൊന്നും മിണ്ടിയതേയില്ല. സംസാരിച്ച ആളിന് നല്ല ആരോഗ്യമുള്ള ശരീരമാ. മുടി ഇത്തിരി നീട്ടി വളർത്തിയിട്ടുണ്ട്. ജീൻസും ടീഷർട്ടുമാ വഴി. കയ്യിൽ ഒരു സ്വർണ്ണ ബ്രേസ്ലെറ്റ് കെട്ടിയിട്ടുണ്ട്. അതവൻ തന്നെ. കെട്ടു നടക്കാതിരിക്കാൻ പകരം വീട്ടുക എന്നോട്. സോളമൻ പല്ലുകൾ ഞെരിച്ചു. എങ്ങോട്ടായിരിക്കും ഡോക്ടറെ അവർ കൊണ്ടുപോയത്? ആദ്യോടെ ആന്റപ്പൻ ചോദിച്ചു. സോളമൻ അത് കേട്ടില്ല. ഡോക്ടർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഡോക്ടർ മരിയയോട് ഞാൻ എന്ത് സമാധാനം പറയും? അയാളുടെ മനസ്സ് നേറി. എന്താ സംഭവിച്ചത്? റിസപ്ഷനിസ്റ്റ് ചോദിച്ചു. ഡോക്ടർ ജേക്കബ് ജോണിനെ തട്ടിക്കൊണ്ടുപോയതാ. ഡോക്ടറുടെ മകളെ നാളെ കെട്ടുന്നത് ഞാനാണ് സോളമൻ. റിസപ്ഷനിസ്റ്റ് അമ്പരന്ന് അയാളെ നോക്കി. ഈ ലാസർ എന്ന് പറയുന്ന ആളിനെ അറിയാമോ? അയാൾ ചോദിച്ചു. അറിയാം. ഗോവിന്ദഗൗഡയുടെ ബംഗ്ലാവ് ഇപ്പോ അവന്റേതാണ്. സോളമൻ പെട്ടെന്ന് ആന്റണിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. വാടാ, നമുക്ക് പോകാം. അവർ ജീപ്പിനടുത്തേക്ക് ഓടി. മാത്തച്ഛൻ മുറിയിലേക്ക് കയറി വന്നപ്പോൾ റീതാമാവിയും മേരിയും തലതിരിച്ചു നോക്കി. മണി 10:30 കഴിഞ്ഞു. ആർക്കും ഒന്നും കഴിക്കണ്ടായോ? അയാളുടെ സ്വരത്തിൽ അക്ഷമയുണ്ടായിരുന്നു. സോളമനും ആന്റപ്പനും കൂടി പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ മാത്തച്ഛ. അവരും കൂടി വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച ഞങ്ങൾ. റീതാമാവി പറഞ്ഞു. അയ്യോ, അവരെ നോക്കിയിരിക്കേണ്ട. അവരിന്ന് വല്ല തട്ടുകടയിൽ നിന്നും വയറു നിറയെ കഴിച്ചിട്ടേ വരൂ. നാളെ വെളുപ്പിന് എഴുന്നേൽക്കേണ്ടതല്ലേ? നിങ്ങൾ കഴിച്ചിട്ട് കിടക്ക്. ഞാനെല്ലാം എടുത്തു വെച്ചേക്കുവാ. മാത്തച്ഛൻ പോയി. എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലേ നിന്നോട്? റീതാമാവി സംസാരം തുടർന്നു. ഇല്ല. എന്ത് ചോദിച്ചാലും ഒരേ ഒരു കരച്ചിൽ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് തീർച്ചയാ. എന്നോട് പറയാത്തതാ. മാവി ഒന്ന് സംസാരിച്ചു നോക്ക്. റീതാമാവി അമർത്തിയൊന്നും മൂളി. ശരിയാ, എന്തോ കാണും. നമ്മളിവിടെ വന്നിറങ്ങിയപ്പോ തന്നെ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൾ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയതല്ലയോ? പിന്നെ സോളമനെ കണ്ടപ്പോഴാ അത് നടക്കാതെ പോയത്. മാവി ഒന്ന് ചെല്ല്, മേരി നിർബന്ധിച്ചു. റീതാമാവി എഴുന്നേറ്റു. അവർ ചെന്നപ്പോൾ സോഫിയയുടെ മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു. അവർ വാതിലിൽ മുട്ടി. സോഫിയ, മോളെ സോഫിയ. കവിളുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു കളഞ്ഞിട്ട് അവൾ ചെന്ന് വാതിൽ തുറന്നു. മുറി അടച്ചിട്ട് ഒറ്റയ്ക്കിരിക്കുന്നതിനാ നീ? അവിടെ വന്ന് ഞങ്ങളുടെ കൂടെ എന്തെങ്കിലും മിണ്ടരുതോ നിനക്ക്? റീതാമാവി മുറിയിലേക്ക് കയറി. സോഫിയ മുഖം കുനി ചിന്നുന്നതേയുള്ളൂ. കരഞ്ഞോ മോളെ നീ? അവളുടെ മുഖം കണ്ട് അവർ ചോദിച്ചു. ഇല്ലെന്ന് അവൾ തലയാട്ടി. എന്നോട് നുണ പറയാതെ. നിന്നെ എന്തോ വിഷമം അലട്ടുന്നുണ്ട്. മോളെ, ഞാൻ നിനക്ക് അന്യൊന്നുമല്ലല്ലോ. എന്താണ് കാര്യമെന്ന് എന്നോട് പറ. ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. സൗമ്യമായിരുന്നു അവരുടെ ശൗര്യം. സോളമന്റെ മമ്മിയോട് എല്ലാം തുറന്നു പറയാം. അവർ എന്തും സഹിക്കും, ക്ഷമിക്കും. എല്ലാം അറിയുകയും ചെയ്യാം മമ്മിക്ക്. പക്ഷേ സോളമൻ വിലക്കിയിട്ടുണ്ട്. ആരോടുമൊന്നും പറയരുതെന്ന്. ആരെ അനുസരിക്കും? മമ്മ, എന്നോട് ക്ഷമിക്കണം. സോളമൻ അനുയോജ്യമായ പെണ്ണല്ല ഞാൻ. സോളമൻ എന്നെ വിളിച്ചിറക്കി കൊണ്ടുവരുമ്പോഴേ എനിക്ക് അക്കാര്യം അറിയാമായിരുന്നു. പക്ഷേ സോളമന്റെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റുപോയി. ആര് പറഞ്ഞു നീ എനിക്ക് അവന് അനുയോജ്യമല്ലെന്ന്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത പലതും നടക്കും. കുറേയൊക്കെ നമ്മൾ മറക്കണം. അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഭ്രാന്ത് പിടിച്ചു പോകും. മകന്റേതുപോലെ തന്നെ നിർമ്മലമായ മനസ്സാണ് അമ്മയുടെയും. പക്ഷേ സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിഞ്ഞാൽ ആ നിമിഷം അമ്മ തന്നെ വെറുക്കും. മോൾ അതടുത്ത് വിഷമിച്ചിരിക്കേണ്ട. വന്ന് വല്ലതും കഴിക്ക്. അവളെ പിടിച്ചുകൊണ്ട് അവർ ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോയി. മേരി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചപ്പാത്തിയും ചിക്കനുമാണ് അത്താഴത്തിന് മാത്തച്ഛൻ ഉണ്ടാക്കിയത്. മാത്തച്ഛൻ 3 പ്ലേറ്റുകൾ മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. റീതാമാവിയും സോഫിയയും മേശയുടെ അടുത്തിരുന്നു. മാത്തച്ഛൻ 2 ചപ്പാത്തികൾ വീതം 3 പേരുടെയും പ്ലേറ്റുകളിൽ വെച്ചു. നെയ്യ് പരത്തി ചുട്ട ചപ്പാത്തിയായിരുന്നു അത്. നെയ്യിന്റെ ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി വന്നപ്പോൾ പെട്ടെന്ന് സോഫിയയ്ക്ക് മനം പുരട്ടി. ഛർദ്ദിക്കാനായി അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി. റീതാമാവിയും മേരിയും പരസ്പരം നോക്കി. എന്താ മോളെ, എന്തു പറ്റി? ഛർദ്ദിക്കാനായി മുറ്റത്ത് കുനിഞ്ഞു നിന്ന സോഫിയയുടെ ചുമലിൽ ഉത്കണ്ഠയോടെ റീതാമാവി കൈവച്ചു. എനിക്ക് എന്ത് പറയണമെന്നറിയാതെ അവൾ ഉഴറി. സത്യം പറഞ്ഞ നാളെ ചിലപ്പോൾ കല്യാണം നടക്കുകയില്ല. സോളമൻ തകർന്നു പോവും. അത് കാണാൻ വയ്യ. ചപ്പാത്തി തിന്നാനെടുത്തപ്പം
മനം മറിഞ്ഞു വന്നു മമ്മ. അവൾ പറഞ്ഞു. ചപ്പാത്തിക്ക് നെയ്യ് ഇത്തിരി കൂടിപ്പോയെന്ന് തോന്നുന്നു മോളെ. എനിക്കും തോന്നിയത്. സാരമില്ല, നീ അത് കഴിക്കേണ്ട. കുറച്ചു നേരം പോയി കിടക്ക്. സോഫി അവളുടെ മുറിയിലേക്ക് പോകുന്നത് നോക്കി മേരി ചോദിച്ചു. സോളമനും ആൻഡപ്പനും കൂടെ പോയിട്ട് കുറെ നേരമായല്ലോ, അവരെന്താ വരാത്തെ? ശരിയാ, ഈ രാത്രിയിൽ വീണ്ടും വിചാരമില്ലാത്ത പിള്ളേരെ രണ്ടും. നേരത്തെ വീട്ടിലെത്തണമെന്നില്ല രണ്ടാക്കും. ഇന്നിങ്ങ് വരട്ടെ. റീതാമാവി സ്നേഹത്തോടെ അവരെ ശകാരിച്ചു. ഒരു കൂറ്റൻ ബംഗ്ലാവിന്റെ മുമ്പിൽ ചെന്ന് കാർ നിന്നു. ഇറങ്ങി വാ ഡോക്ടറെ, കനത്ത ശബ്ദത്തിൽ ലാസർ പറഞ്ഞു. കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ ഡോക്ടർ ജേക്കബ് ജോൺ സംശയത്തോടെ ചുറ്റും നോക്കി. ഇരുട്ട് മാത്രം. അതിന് ഇത് ഹോസ്പിറ്റലല്ലോ. അല്ല, പക്ഷെ ഇവിടെയാണ് സോളമനുള്ളത്. ഇറങ്ങി വാ, കാണിച്ചു തരാം. ലാസറിന്റെ സ്വരം കേട്ടപ്പോൾ താൻ ഒരു ചതിയിലകപ്പെട്ടിരിക്കുകയാണെന്ന് ഡോക്ടർക്ക് തോന്നി. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? പേടിക്കണ്ട, ഡോക്ടറെ കൊല്ലാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. നാളെ സോഫിയയുടെ കഴുത്തിൽ സോളമൻ മിന്നു കെട്ടാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമാ. അത് നടക്കാതിരിക്കാൻ വേണ്ടിയാ നിങ്ങളെ ഞാൻ ഇന്ന് പൊക്കിക്കൊണ്ടുവന്നത്. ലാസർ ക്രൂരമായി ഒന്ന് ചിരിച്ചു. ഡോക്ടർ മരവിച്ചിരുന്നു. ഇറങ്ങി വാടോ ഇങ്ങോട്ട്. ഡോക്ടറുടെ കൈപിടിച്ച് ലാസർ ബലമായി പുറത്തേക്ക് പിടിച്ചു വലിച്ചു. അദ്ദേഹം കാറിൽ നിന്നിറങ്ങി. ജോബ് ഡ്രൈവറുടെ സീറ്റിൽ തന്നെ ഇരുന്നതേയുള്ളൂ. ഒന്നിലും പങ്കാളിയാകാൻ അവൻ ആഗ്രഹിച്ചില്ല. ആരാണ് നിങ്ങൾ? എന്തിനാണ് സോളമന്റെയും സോഫിയയുടെയും കല്യാണം മുടക്കുന്നത്? ശാന്തത നടിച്ച് ഡോക്ടർ ജേക്കബ് പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ മോൾ സോഫിയയെ വേണം, അത്രയുള്ളൂ കാര്യം. ലാസർ ഒന്ന് ആഗ്രഹിച്ചാൽ അത് ഏത് വിധിനെയും സാധിച്ചിരിക്കും. അയാൾ പൊട്ടിച്ചിരിച്ചു. ഒരാഴ്ച ഡോക്ടർ ഇവിടെയായിരിക്കും താമസം. നിങ്ങൾ സുഖമായി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മരിയ ഡോക്ടറെ അറിയിച്ചേക്കാം. മരിയെ പരിചയമുണ്ടോ നിങ്ങൾക്ക്? പെട്ടെന്ന് ഡോക്ടർ ചോദിച്ചു. ലാസർ പൊട്ടിച്ചിരിച്ചു. ഡോക്ടർ മരിയ എന്റെ അമ്മായിയമ്മ, ഡോക്ടർ ജേക്കബ് എന്റെ അമ്മായിയപ്പൻ. സോളമൻ ആരാണ്? മൈസൂരിലെ ഒരു ചെറുകിട മുന്തിരി കൃഷിക്കാരൻ. ലാസറിന് അത് മുഴുമിക്കാൻ കഴിയും മുമ്പ് അയാളുടെ തലയുടെ പിന്നിൽ ശക്തമായ ഒരടി കിട്ടി. അയാൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ ചുരുട്ടിയ മുഷ്ടിയുമായി സോളമൻ നിൽക്കുന്നുണ്ടായിരുന്നു. പകയെരിയുന്ന കണ്ണുകളോടെ രണ്ടുപേരും പോരുകളകളെപ്പോലെ നിന്നു. ഫോൺ തുടർച്ചയായി ബെല്ലടിക്കുന്നത് പാതി ഉറക്കത്തിലാണ് ഡോക്ടർ ജേക്കബ് ജോൺ കേട്ടത്. കണ്ണുകൾ തുറന്ന അദ്ദേഹം കൈനീട്ടി റിസീവർ എടുത്തു. ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇത് റിസപ്ഷനിൽ നിന്നാണ്. 6:30 വിളിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഓ യെസ്, താങ്ക് യു. ഡോക്ടർ ജേക്കബ് റിസീവർ വെച്ചിട്ട് അല്പനേരം കണ്ണുകളടച്ച് കിടന്നു. തലേ ദിവസം സംഭവിച്ചതെല്ലാം ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ട്രെയിലർ പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. സോളമൻ കൃത്യസമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ. പെട്ടെന്ന് ഡോക്ടർ എഴുന്നേറ്റ് ഷേവ് ചെയ്ത് കുളിച്ചു. ധരിക്കാനായി കസവ് കരയുള്ള മുണ്ടും ക്രീം നിറത്തിലുള്ള ജൂബയുമാണ് എടുത്തത്. ബ്രേക്ക്ഫാസ്റ്റ് മുറിയിലേക്ക് വരുത്തി കഴിച്ചു. സോളമൻ തിരിച്ചേൽപ്പിച്ച പാക്കറ്റുമായിട്ടാണ് അദ്ദേഹം മുറി പൂട്ടി ഇറങ്ങിയത്. റിസപ്ഷനിസ്റ്റ് അദ്ദേഹത്തെ കണ്ടു പുഞ്ചിരിച്ചു. താക്കോൽ റിസപ്ഷനിൽ ഏൽപ്പിച്ചപ്പോഴേക്ക് ഡോക്ടർ ജേക്കബിന്റെ കാറുമായി സെക്യൂരിറ്റിക്കാരൻ വന്നു. സ്വയം കാറോടിച്ച അദ്ദേഹം സോളമന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് യാത്ര തിരിച്ചു. സ്വച്ഛവും പ്രസന്നവുമായ പ്രഭാതമായിരുന്നു അത്. തിരക്ക് കുറഞ്ഞ നിരത്തിലൂടെ കൃഷിസ്ഥലേക്ക് പണിക്കാർ കലപില സംസാരിച്ചുകൊണ്ട് പോകുന്നത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ആട്ടിൻപറ്റങ്ങളെയും കണ്ടു. ഫാം ഹൗസിന്റെ മുമ്പിൽ ചെന്ന് വണ്ടി നിന്നു. കാറിന്റെ ശബ്ദം കേട്ട് ആദ്യം ഇറങ്ങി വന്നത് സോളമനാണ്. ഫുൾ സ്യൂട്ട് ധരിച്ച് മണവാളന്റെ വേഷത്തിലായിരുന്നു അയാൾ. വരണം ഡോക്ടർ. സന്തോഷത്തോടെ അയാൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. പള്ളിയിലേക്ക് പോകാൻ തയ്യാറായി നീതാമാവിയും ആന്റണിയും മേരിയും മാത്തച്ഛനും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ കൂടാതെ സോളമന്റെ കൃഷിയിടത്തിലെ കുറെ പണിക്കാരുമുണ്ടായിരുന്നു. സോഫി എവിടെ? ഡ്രോയിങ് റൂമിലേക്ക് ചെന്നപ്പോൾ ഡോക്ടർ ജേക്കബ് ചോദിച്ചു. ഡോക്ടർ ഇരുന്നാട്ടെ, മോളെ ഞാൻ വിളിക്കാം, റീതാമാവി പറഞ്ഞു. അദ്ദേഹം സോഫയിലേക്കിരുന്നു. ആന്റപ്പാ, തന്റെ സോളമനിച്ചായന്റെ ഒരു ഹീറോയുടെ പരിവേഷം കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് അല്ലേ? അദ്ദേഹം ആന്റണിയോട് ചോദിച്ചു. അവൻ പുഞ്ചിരിച്ചതേയുള്ളൂ. റീതാമാവിയോടൊപ്പം സോഫിയ വന്നു. കിന്നരി വെച്ച വധുവിന്റെ തൂവെള്ള വേഷത്തിലായിരുന്നു അവൾ. പ്രഭാതത്തിൽ വിരിഞ്ഞ വെള്ളാമ്പൽ പോലെ സുന്ദരിയായിരുന്നു. ഡോക്ടർ ജേക്കബ് പെട്ടെന്ന് എഴുന്നേറ്റു. മോളെ. അദ്ദേഹത്തിന്റെ സ്വരം ആർദ്രമായിരുന്നു. സോഫിയ മുഖമുയർത്തി അദ്ദേഹത്തെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ നിഴൽച്ചു കിടന്ന ദുഃഖം അദ്ദേഹം കണ്ടു. കഴിഞ്ഞതൊക്കെ ഓർത്ത് ദുഃഖിക്കേണ്ട സമയമല്ലിത്. എന്റെയും നിന്റെയും എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാണിന്ന്. സന്തോഷിക്കണം. അദ്ദേഹം കയ്യിൽ കൊണ്ടുവന്ന പാക്കറ്റ് എടുത്ത് അവൾക്ക് കൊടുത്തു. പപ്പയുടെ സമ്മാനമാണിത്. ഇതണിഞ്ഞുകൊണ്ട് വേണം ഇന്ന് നീ പള്ളിയിലേക്ക് പോകാൻ. സമ്മാനം കൈനീട്ടി വാങ്ങുമ്പോൾ അവളുടെ വിരലുകൾ വിറച്ചു, ചുണ്ടുകൾ വിതമ്പി. കൗതുകത്തോടെ സോളമൻ അത് നോക്കി നിന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ പല വാഹനങ്ങളിലായി എല്ലാവരും പള്ളിയിലേക്ക് പോയി. അലോഷ്യസ് അച്ഛൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു.
എല്ലാവരും പള്ളിയിലേക്ക് പ്രവേശിച്ചു. കൃത്യസമയത്ത് തന്നെ വിവാഹ ശുശ്രൂഷ ആരംഭിച്ചു. ഹോട്ടലിലെ സ്യൂട്ടിന്റെ വാതിലിനടുത്തുള്ള കോളിംഗ് ബെല്ലിന്റെ സ്വിച്ചിൽ സോളമൻ വിരലമർത്തി. അകത്ത് മണിനാഥം മുഴങ്ങി. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. ഹായ് സോളമൻ, കമിൻ. ആഹ്ലാദത്തോടെ ജേക്കബ് പറഞ്ഞു. സോളമനും ആന്റണിയും അകത്തേക്ക് കയറി. അവർ വിചാരിച്ചതുപോലെ സ്യൂട്ട് കേസ് പാക്ക് ചെയ്ത് ബെഡിൽ വെച്ചിരുന്നു. ഐ ആം റെഡി. ഹോട്ടലിലെ പേയ്മെന്റ് സെറ്റിൽ ചെയ്തു. നിങ്ങൾ വരുന്ന താമസമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ ഞങ്ങൾ വൈകിക്കുന്നില്ല. എന്താണ് ഡോക്ടറുടെ പ്ലാൻ? സോളമൻ ചോദിച്ചു. നേരെ ബാംഗ്ലൂർക്ക് വിടുന്നു. ഇന്നവിടെ താമസിക്കുന്നു. നാളെ രാവിലെ കൊച്ചിക്ക്. സോളമൻ വാച്ചിൽ നോക്കി. മണി 3:15. പള്ളിയിൽ നിന്ന് നേരെ ഹോട്ടലിലേക്കാണ് ഡോക്ടർ ജേക്കബ് പോകുന്നത്. ഹോട്ടലിൽ വന്ന് കണ്ടുകൊള്ളാമെന്ന് സോളമൻ സമ്മതിച്ചിരുന്നു. സോഫിയെ കൂടി കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷേ അവൾ വന്നില്ല. സോളമൻ ഖേദത്തോടെ പറഞ്ഞു. വരില്ലെന്ന് അവൾ എന്നോട് സൂചിപ്പിച്ചിരുന്നു. വേർപാടെപ്പോഴും വേദനാജനകമാണ്. 3 പേരും ഒരു നിമിഷം നിശബ്ദരായി. സോളമനാണ് ഡോക്ടർ ജേക്കബിന്റെ സ്യൂട്ട് കേസ് എടുത്ത് കാറിൽ കൊണ്ടുചെന്ന് വെച്ചത്. 2 പേരുടെയും കൈ പിടിച്ച് കുലുക്കി ഡോക്ടർ ജേക്കബ് കാറിൽ കയറി. ഹോട്ടലിന്റെ ഗേറ്റ് കടന്ന് കാർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സോളമൻ ഒന്ന് നെടുവീർപ്പിട്ടു. എല്ലാം മംഗളമായി അവസാനിച്ചു. പക്ഷേ നമുക്ക് പോകാം. സോളമൻ നിശബ്ദനായിട്ടാണ് കാർ ഓടിച്ചത്. അയാൾ ഏതോ ചിന്തയിലാണെന്ന് തോന്നിയതുകൊണ്ട് ആന്റണി ഒന്നും സംസാരിച്ചില്ല. അവർ ഫാം ഹൗസിലെത്തി. റീത്താമാവിയും മേരിയും മാത്തച്ഛനും സോഫിയയും മാത്രമേ അവിടെ അവശേഷിച്ചിരുന്നുള്ളൂ. സോഫി എവിടെ? അവളെ കാണഞ്ഞ് മേരിയോട് സോളമൻ ചോദിച്ചു. അകത്ത് കഥകടച്ച് കിടപ്പാണ്. സുഖമില്ലെന്ന് തോന്നുന്നു. സോഫിയ, അയാൾ വാതിലിൽ മുട്ടി വിളിച്ചു. അല്പനേരം കഴിഞ്ഞാണ് അവൾ വാതിൽ തുറന്നത്. എന്തുപറ്റി? നല്ല സുഖം തോന്നുന്നില്ല. ഡോക്ടറെ കാണണോ? വേണ്ട, കുറച്ചുനേരം വെറുതെ കിടന്നാ മതി. അവൾ വാതിലടച്ചു. സന്ധ്യയായി. മുന്തിരിത്തോട്ടത്തിന് മീതെ വിളറിയ ചന്ദ്രക്കല തെളിഞ്ഞു. മുന്തിരിവള്ളികളിൽ നേർത്ത നിലാവ് വീണു. മുറ്റത്തൊരു കസേരയെടുത്തിട്ട് സോളമൻ ഏകനായിരുന്നു. ഇന്ന് ആദ്യരാത്രിയാണ്. സോഫിയെ എങ്ങനെ സമീപിക്കണമെന്ന് അയാൾക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ഒരുപാട് സംസാരിക്കേണ്ടി വരും. ഒരുപക്ഷെ നേരം വെളുക്കുന്നത് വരെ. പെട്ടെന്ന് മേരി അയാളുടെ അടുത്തേക്ക് വന്നു. എന്താ മേരി? ബാഡ് ലക്ക് സോളമൻ, അവൾ ചിരിയോടെ പറഞ്ഞു. മനസ്സിലാകാത്ത മട്ടിൽ അവൾ അയാൾ നോക്കി. സോഫിയയ്ക്ക് പീരീഡ്സ് ആയി. മധുവിധ രാത്രി ഇനി 3-4 ദിവസം കഴിഞ്ഞു മതി. ചിരിച്ചുകൊണ്ട് അവൾ തിരിച്ചുപോയി. സോളമൻ സ്തബ്ധനായി നിന്നു. ദൈവമേ, നീ എത്ര നല്ലവൻ. അയാൾ എഴുന്നേറ്റ് സോഫിയയുടെ മുറിയിലേക്ക് ചെന്നു. സോഫിയ, മേരി പറഞ്ഞത് സത്യമാണോ? അവൾ പെട്ടെന്ന് അയാളുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു, അവൾ മന്ത്രിച്ചു. സോളമൻ അവളുടെ മുടിയിൽ പ്രേമത്തോടെ തലോടി. അപ്പോൾ മുന്തിരിത്തോട്ടത്തിന് മീതെ നിലാവ് പൂർവാധികം പ്രകാശം വീഴ്ത്തി.